ഈ കാട്ടാന ശല്യത്തെക്കുറിച്ചല്ലേ അതിൻ്റെ ദുരന്തങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീര് നമ്മൾ കണ്ടതാണ്. അപ്പം എങ്ങനെ കാട്ടാനകളെ ചെറുത്ത് തോൽപ്പിക്കാം, അല്ലെങ്കിൽ അവർ നമ്മളെ ശല്യപ്പെടുത്താത്ത രീതിയിൽ നമുക്ക് നമ്മുടെ കൃഷി സംരക്ഷിക്കാം എന്ന ചിന്തകളിൽ നിന്ന് ഒരു വഴി തെളിയുന്നുണ്ട്. അത് വയനാട്ടിൽ ഒരു ശ്രമം നടത്തിയിരിക്കുന്നു. അത് വിജയകരമാണ്. 6 മാസമായി കാട്ടാന അങ്ങോട്ട് വന്നിട്ടില്ല. എന്താണ് പരിപാടി നോക്കാം. കഴിഞ്ഞ നവംബറിലാണ് വനാതിർത്തിയിലെ വേലിയിൽ തേനീച്ചപ്പെട്ടികൾ സ്ഥാപിച്ചത്. കാട്ടാന വേലിയിൽ തട്ടിയാൽ തേനീച്ചകൾ ഇളകും. എന്തായാലും തേനീച്ചപ്പെട്ടികൾ വന്നതിന് ശേഷം ആനകൾ ഈ പറമ്പിലേക്കും പാടത്തേക്കും കടന്നിട്ടേയില്ല. എന്ന് നമ്മൾ ഫെൻസിട്ടോ അതുമുതൽ ഇതുവരെ വിസിനിറ്റിയിൽ പലതവണ ആന വന്നിട്ടുണ്ട്. പക്ഷേ ആന നമ്മുടെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അത് വളരെ പ്രൊഡക്റ്റീവാണ്. ഒരു നോൺ വയലൻറ്റ് മെത്തേഡിൽ ആനയെ ഉപദ്രവിക്കാതെ നമുക്ക് നമ്മുടെ കൃഷി രക്ഷിക്കാൻ പറ്റും. 2, ഒരു മൾട്ടി ഫ്ലോറൽ തേൻ എല്ലാ സീസണിലും കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രൊഡക്റ്റീവ് സൈഡ്. സാധിച്ചു കഴിഞ്ഞാൽ അത് കൃഷിക്കാർക്കും പ്രകൃതിക്കും വന്യമൃഗങ്ങൾക്കും എല്ലാം നല്ല ഒരു സംഗതിയാണ്. ഇവിടെ തേനീച്ചവേലി സ്ഥാപിച്ചതും ആവശ്യമായ ഗവേഷണവും സാങ്കേതിക സഹായവും ഒരുക്കിയതും കൊച്ചിയിലെ ഡിസൈൻ സ്റ്റുഡിയോ ആയ ബബിൾ റാപ്പാണ്. ഇതൊരു ആർട്ടിസ്റ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രോജക്റ്റാണ്. അപ്പോൾ ഈ തേൻ എന്ന് പറയുന്നത് ഒരു സാധാരണ ഹണിയല്ല. ഈ ഹണി അവരെടുക്കുമ്പോൾ അത് ഇങ്ങനൊരു ആവശ്യത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് എന്നുള്ളൊരു വാല്യൂ അവരിലേക്ക് എത്തിക്കുകയാണ്. അവരുടെ ഹാൻഡിക്രാഫ്റ്റ് മുതലായവ യൂസ് ചെയ്ത് ആ വാല്യൂവും കൂടെ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഒരു ക്രോസ് എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ നടക്കുകയാണ്. തേനീച്ചകളുടെ സാന്നിധ്യം ദീർഘകാലാടിസ്ഥാനത്തിൽ വനത്തിൻ്റെ സ്വാഭാവികത നിലനിർത്താൻ സഹായിക്കുമെന്നതാണ് പദ്ധതിയുടെ മറ്റൊരു നേട്ടം. മാതൃഭൂമി ന്യൂസ്, വയനാട്. കമലുണ്ട് വയനാട്ടിൽ നിന്ന്. കമലേട്ടെ, എനിക്ക് തോന്നുന്നു ഇത്രയും നമ്മൾ ഈ കമലേട്ടൻ തന്നെ എത്രയോ വാർത്തകൾ അവിടെ നിന്നല്ലേ, എത്രയും ദുരന്തങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോഴൊക്കെ ഇങ്ങനെ ആലോചനകളാണ്, എന്ത് ചെയ്യണം എന്ന് ആലോചനകൾ നടക്കുന്നതായിട്ടൊരു കോൺക്രീറ്റ് അല്ലേ, എന്തായാലും ഇന്നൊരു വഴി കണ്ടെത്താമെന്ന് പറയാറേ ഇല്ല. പക്ഷേ ഇതിപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു, എത്ര തേൻ കിട്ടുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. നോൺ വയലൻസിലൂടെ നമുക്ക് അതിനെ മാറ്റി നിർത്താമെന്നുള്ള ഒരു കാര്യം. അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങളുണ്ട്. എന്തുകൊണ്ട് അതങ്ങനെ ഒരു എന്താ എല്ലാവരിലേക്കും ഈ ഒരു മാർഗം എത്തിക്കാൻ കഴിയാതെ പോകുന്നു? അതിനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടോ? ദിവിഷ്, നമ്മൾ ഈ കാട്ടാനകളെ തടയാൻ പല മാർഗങ്ങൾ കണ്ടതാണ്. പണ്ടൊക്കെ കിടങ്ങുകളായിരുന്നു, അത് തൂർന്നു പോകും, അല്ലെങ്കിൽ ആന ഇടിച്ച് ഇറക്കി അതിലൂടെ കയറി വരും. പിന്നീട് വൈദ്യുതി വേലികൾ വന്നു, ആന ഉണക്ക മരം എടുത്തത് അടിച്ചു പൊട്ടിച്ച് കടന്നു വരും. ഇപ്പം എല്ലാ സ്ഥലത്തും ചെയ്യുന്നത് റെയിൽപ്പാളങ്ങൾ, പഴയ റെയിൽപ്പാളങ്ങൾ ഉപയോഗിച്ച് 3 ലെയറിലൊക്കെയുള്ള വേലി. അത് ആന ചാടിക്കിടക്കുന്ന വിഷൽ കഴിഞ്ഞ ദിവസം നമ്മൾ വയനാട്ടിൽ നിന്ന് കൊടുത്തു. അതിനിടയ്ക്കാണ് ഇങ്ങനെയൊരു മാർഗം. ഇത് തീർത്തും പുതിയതെന്ന് പറയാൻ കഴിയില്ല. കണ്ണൂർ ജില്ലയിൽ ആറളം ഭാഗത്തൊക്കെ നേരത്തെ പരീക്ഷിച്ചിട്ടുണ്ട്. വയനാട്ടിൽ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ ഇത് വളരെ സക്സസ്ഫുള്ളാണ്. പൂർണ്ണമായും അവിടെ ഈ 6 മാസം നവംബർ തൊട്ട് ഇങ്ങോട്ട് അതിൻ്റെ ചുറ്റുവട്ടത്തും അടുത്ത പറമ്പിലും ഒക്കെ കാട്ടാന വരുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇത്തവണ ആന അങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് സക്സസ്ഫുൾ മോഡലാണെന്ന്. പാക്കം എന്ന് പറയുന്ന സ്ഥലമാണത്, കുറുവയ്ക്കടുത്ത് കബനിയോട് ചേർന്ന്, അവിടെയാണ് ജോണേട്ടൻ്റെ സ്ഥലം. അപ്പോൾ ആ പാടശേഖരത്തെ എല്ലാവരെയും ചേർത്ത് ഈ പദ്ധതി കൂടുതൽ വ്യാപിപ്പിച്ച് അവിടെ എല്ലാവരെയും ഈ കാട്ടാനയുടെ ഇതിൽ നിന്ന് കൃഷിയിടത്തിൽ ഇറങ്ങുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ ഉള്ള ഒരു ശ്രമത്തിലാണ് അദ്ദേഹം. എന്തായാലും അത് വിജയിച്ചാൽ, അത് വലിയൊരു ഗ്രാമം മുഴുവൻ അങ്ങനെ വിജയിച്ചാൽ അത് വലിയൊരു മോഡലായി മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.